പോയി. സൂപ്പർ മൂവി. ജാഫ്രിക്കൊന്നും ഒരു രക്ഷയില്ല. അതുപോലെ ഇന്ത്യൻ ചേട്ടനും എല്ലാവരും നന്നായിരുന്നു. സൂപ്പർ സൂപ്പർ. എല്ലാവരും നേരിട്ട് കണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള നല്ലൊരു മെസ്സേജാണ് ഈ ഒരു പടം. എല്ലാവരും നേരിട്ട് കാണുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കണ്ണം നനയിക്കുന്ന പടമാണ്. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്. എല്ലാവരും കാണുക. എല്ലാവരും പടം കണ്ടോ? എല്ലാവരും കാണുക. നല്ല സിനിമയായിരുന്നു. എല്ലാവരും നല്ല മികച്ച അഭിനയം. എല്ലാവരും നല്ല നമ്മുടെ ഫാമിലി എൻ്റർടൈൻ ഒരു സമൂഹത്തിൽ പറയാൻ പറ്റുന്ന ഒരു പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന്, അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ ചപ്പും ചവറൊക്കെ പറക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ്. ആ കഥ എന്ന് പറയുന്ന അത് വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ നമ്മുടെ ചുറ്റു പരിസരത്തുണ്ടായ ഒരു സംഭവത്തിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അതിനകത്ത് അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഥയുടെ കാര്യത്തിൽ നല്ലൊരു വ്യത്യസ്ത കഥ. അതോടൊപ്പം തന്നെ അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ ജാഫർ ഇടുക്കി എന്ന നടൻ നമ്മളെ പല സന്ദർഭങ്ങളും കരയിപ്പിക്കും. അത്ര നല്ല തികച്ച പ്രകടനമാണ്. കാരണം ഈ അടുത്ത കാലത്ത് പുള്ളി ചെയ്തതിൽ വെച്ച് ഏറ്റവും വളരെ അതായത് മനസ്സിനെ നമ്മളെ മതിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ്. ഇന്ദ്രൻസി എന്നാലും കൊള്ളാം. ഒരു പുതിയൊരു പെൺകുട്ടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുതുമ ആ പെൺകുട്ടി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ഈ അഭിനയ രംഗത്ത്. എന്തായാലും ഈ പടം കുടുംബമായിട്ട് കാണാം. പക്ഷെ നമ്മുടെ മനസ്സിലോട് നിയമം പൂർണ്ണമാണോ, നിയമം തോറ്റെടുത്തെടുത്ത് മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഒരു ഉത്തരം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ജാഫർക്ക് അടിപൊളിയാണ്. പിന്നെ ഞാനും ഒരു ചെറിയൊരു വേഷമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തുടക്കത്തിലൊക്കെ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ടൊക്കെ തുടച്ച് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. ഫാമിലിയോടുകൂടി ഇരുന്ന് കാണാൻ പറ്റും സമാധാനമായിട്ട്. പിന്നെ കുഞ്ഞു മിസ്സായ സമയത്തുള്ള ആ ഒരു വിഷമവും നല്ല സമകാലിക. അതെ അതെ, അങ്ങനത്തെ അടിപൊളി പടം. ഞാനിതിൽ നബീസു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കഥാപാത്രമായിരുന്നു. പടം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിയൽ സംഭവമാണ്. അതിന് കാണുമ്പോൾ മനസ്സിലാവും. അതിന് ജീവൻ കൊടുത്തു. ഒരുപാട് പേര് അതിനൊരു ജീവൻ കൊടുത്തു. അതിറങ്ങി ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക്, ചെറിയ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് തോന്നും അവനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അവൻ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ക്രിമിനൽസിനെ രക്ഷിക്കുന്ന വക്കീലന്മാരോടൊക്കെ നമുക്കൊരു പകയുണ്ടാവും. ഒരു നോർമൽ ഒരു സാധാരണക്കാരായ നമുക്കൊക്കെ അതൊക്കെ ഇതിൽ കൃത്യമായിട്ട് നടപ്പാക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളൊരു പടം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിയമങ്ങൾ വരണം എന്നല്ല, ആരെങ്കിലും നടപ്പാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. അങ്ങനെ ഒരു സാധാരണക്കാരൻ അത് നടപ്പാക്കി. അത്ര വന്നാൽ നല്ലത്. ഇല്ലല്ലോ. ശരി. പടം അടിപൊളിയാണ്. ഭയങ്കര രസമാണല്ലോ. കാരണം വെച്ചാൽ ഇന്ത്യൻ സൈഡിൽ ജാഫ്രിക്കയുടെ ഒക്കെ ഒരു വല്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. കരഞ്ഞു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ട്. ഒന്നുകൂടെ ഒന്ന് കാണണം തോന്നുന്നുണ്ട്. അതിനകത്തൊരു ക്യാരക്ടർ ഞാൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. പെർഫോമൻസ് ഒക്കെ ഈ അടുത്തിടെ കണ്ട ജാഫ്രിക്കയുടെ ഇന്ത്യൻ സൈഡിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു.